ഇന്ന് നമ്മൾ പോണത് കനകക്കുന്ന് കൊട്ടാരത്തിലേക്കാണ്. അതായത് സിറ്റിയിൽ നമ്മൾ കയറാൻ പോകുന്നത് നൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ശരത്താണ്. പോയി കണ്ട് നിറയെ ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു. നല്ല കൊള്ളാമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ രാത്രി നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചത്. നമ്മൾ നേരെ ആദ്യം നമ്മൾ ഇപ്പോഴത്തെ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന റോഡുണ്ടല്ലോ, അവിടെയാണ് ആദ്യം നമ്മൾ പോയത്. അത് കണ്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച്. കുഴപ്പമില്ല, നല്ല ഭംഗി തന്നെയായിരുന്നു. അത് കണ്ട് അടുത്ത് നമ്മൾ നേരെ പോകുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിലേക്കാണ്. പിന്നെ വേറെ ഒരിടം നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല. നമ്മളെ യാത്ര എങ്ങോട്ടാണോ അങ്ങോട്ടാണ് നമ്മൾ പോയത്. സിറ്റിയിലുള്ളവർക്കൊക്കെ നല്ലപോലെ അറിയായിരിക്കും. അങ്ങനെ നമ്മളവിടെ എത്തി. റോഡ് സൈഡിൽ തന്നെ ഒരു രക്ഷയില്ല, വല്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി 2 ടിക്കറ്റ് എടുത്ത്. ഞാൻ ശരത്തിന് വേണ്ടി എടുത്തത്. ഒരു ടിക്കറ്റ് 50 രൂപ. ടിക്കറ്റ് എടുത്ത് നേരെ പുറത്തുള്ള കാഴ്ചകൾ ആദ്യം നമ്മളൊന്ന് നല്ലപോലെ ആസ്വദിച്ചിട്ട് അകത്തോട്ട് കയറാൻ തീരുമാനിച്ച്. അങ്ങനെ ശരത്താണ് ടിക്കറ്റും കയ്യിൽ വാങ്ങിച്ച് മുമ്പേ പോകുന്നത്. നമുക്ക് കാണാം അകത്തുള്ള വിശേഷങ്ങൾ എങ്ങനെയാണ്. അകത്ത് കയറിയും ഒരു രക്ഷയില്ല, വേറെ ലെവൽ കാഴ്ച തന്നെയായിരുന്നു. ഇവിടെ എന്താണ് ക്രിസ്മസ് ആയിട്ട് സിംഗിളാണെങ്കിൽ സിംഗിൾ, കപ്പിളാണെങ്കിൽ കപ്പിൾ, ഫാമിലിയാണെങ്കിൽ ഫാമിലി, ഏത് തരക്കാർക്കാണെങ്കിൽ വന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയായിരുന്നു. ഇനി എന്താണെന്നുള്ള ആകാംക്ഷയോടെ നമ്മളങ്ങനെ നടക്കുകയാണ്. ഈ വെട്ടത്തിൻ്റെ പുറകെ നമ്മളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ശരത്തും. അങ്ങനെ പുറത്തെത്തി നമ്മൾ കണ്ട കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോണത്. ഞാൻ ഇത്രയും കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെ. കപ്പിൾസിനൊക്കെ ആർമതിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ നമുക്ക് കപ്പിളില്ലാത്തതുകൊണ്ട് പിന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ നിന്നില്ല. നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് അങ്ങ് തെറിക്കാൻ തുടങ്ങി. ഞാനും പിന്നെ നമ്മളളിയനായിട്ട് വീണ്ടും നടന്നു തുടങ്ങി. ഇവിടെ വരണമെന്ന് വിചാരിച്ചിട്ട് വരാൻ പറ്റാതെ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നതിന് തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണം. കാരണം ഇതിലുള്ള എല്ലാം എന്നോട് മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയും ഞാൻ വീഡിയോ ഇതിൽ കയറ്റിയിട്ടുണ്ട്. അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. സെറ്റ് മാറിയപ്പോഴത്തേക്ക് അടുത്ത് പിന്നെ പൂക്കള കാഴ്ചകളായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. അവരാ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന വെച്ചിരിക്കുന്ന അളവും എല്ലാം നമ്മുടെ കണ്ണെടുക്കില്ല, അങ്ങനത്തെ രീതിയിലുള്ള പൂക്കളായിരുന്നു വെച്ചിരുന്നത്. ഓരോ പൂക്കൾ വെച്ചിരുന്ന എന്നാ ലുക്കല്ലേ. കഴിഞ്ഞ വർഷം ഇതേപോലെ ഉണ്ടായിരുന്നോ?
റെസ്റ്റാണ്. പാനിപൂരി അടിക്കണം. ഇത് പിന്നെ ഇവിടെ നിന്ന് എടുത്ത് പറയാനുള്ള ഫുഡ് കോർട്ട് അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനാണ്. പിന്നെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെള്ളം വേണമെങ്കിൽ വെള്ളം, അതുപോലെ കരക്കും വെള്ളം, ഷേക്ക് ആയിരുന്നാലും മുങ്കിൻ്റെ ആയിരുന്നാലും ഫുഡ് കഴിക്കാനായിരുന്നാലും എല്ലാത്തിനും ഇവിടെ അനുസരിച്ച് ഷോപ്പ് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അടുത്ത് വേറൊരു സെക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും യാതൊരു കുഴപ്പമില്ലെന്ന് നമുക്ക് നൈസായിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ അതിനും പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇതേപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിച്ചാൽ ഞാൻ ഇതേപോലെ ഒന്ന് വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.